പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ. ഈ ദിവസങ്ങൾ നമുക്ക് നൽകുന്ന മഹത്തായ സന്ദേശത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. വർഷങ്ങളോളം ഒരുമിച്ചിരുന്ന് അത്താഴം കഴിച്ചവർ പോലും ഇത്തിരി വെള്ളിക്കാശിനു വേണ്ടി നമ്മെ ഒറ്റിക്കൊടുത്തേക്കാമെന്നും നമ്മോടൊപ്പം വർഷങ്ങളോളം ഒരുമിച്ച് നടന്നവർ പോലും ഒരവസരം കിട്ടിയാൽ നമ്മെ തള്ളിപ്പറഞ്ഞേക്കാം, കുറ്റപ്പെടുത്തിയേക്കാം എന്നും നാം സത്യസന്ധമായി നല്ല രീതിയിൽ ജീവിച്ചാൽ പോലും ആൾക്കൂട്ടം നമ്മെ ശിക്ഷിക്കൂ, ക്രൂശിക്കൂ എന്ന് ആക്രോശിച്ചേക്കാം എന്നുമുള്ള തിരിച്ചറിയുവാനുള്ള അവസരമാണ് പെസഹ വ്യാഴം മുതൽ ശനി വരെയുള്ള ദിവസങ്ങൾ നമുക്ക് നൽകുന്നത് എന്ന മഹത്തായ സന്ദേശമാണ് അവ നമുക്ക് നൽകുന്നത്. എന്നാൽ നാം ജീവിച്ച നമ്മുടെ ജീവിത രീതി അത് സത്യസന്ധമായിട്ടുള്ളതാണെങ്കിൽ, നല്ല രീതിയിൽ ഉള്ളതാണെങ്കിൽ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എത്ര കുറ്റപ്പെടുത്തിയാലും നമ്മെ മരണതുല്യമായ രീതിയിലേക്ക് നമ്മെ തള്ളിവിട്ടാലും ഒരു ദിവസം ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായും ഉയർത്തെഴുന്നേൽക്കപ്പെടുമെന്ന മനോഹരമായ സന്ദേശമാണ് നമുക്ക് ഈസ്റ്റർ നൽകുന്നത്. ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ പീലാത്തോസിന്റെ മുന്നിൽ കൊണ്ടുവന്നപ്പോൾ പീലാത്തോസ് ജനങ്ങളെയെല്ലാം ഒരുമിച്ച് വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു, നിങ്ങൾ ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നു എന്ന് ആരോപിക്കുന്ന ഒരു കുറ്റവും ഒരു തെറ്റും ഇദ്ദേഹത്തിൽ ഞാൻ കാണുന്നില്ല. മരണശിക്ഷ അനുഭവിക്കേണ്ട ഒരു തെറ്റും ഇദ്ദേഹം ചെയ്തതായി ഞാൻ അറിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തെ വെറുതെ വിടുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പീലാത്തോസ് ജനങ്ങളോട് പറഞ്ഞപ്പോൾ അവരെല്ലാം ഒന്നടങ്കം ആക്രോശിച്ചു, ഇദ്ദേഹത്തെ ക്രൂശിക്കുക, ഇദ്ദേഹത്തെ ക്രൂശിക്കുക. ഇതാണ് ക്രൗഡ് സൈക്കോളജി. മനുഷ്യ മനസ്സ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? സോക്രട്ടീസിന് വിഷം കൊടുത്തു കൊന്നതും ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നതും യേശുവിനെ കുരിശിൽ തറച്ചതുമെല്ലാം എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതെല്ലാം അറിയുമ്പോൾ, ഇതെല്ലാം കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് MT വാസുദേവൻ നായർ പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് മനുഷ്യ സമൂഹത്തിന് വേട്ടക്കാരന്റെ മനസ്സാണുള്ളത്. ഇര വീഴുമ്പോൾ സന്തോഷമാകുന്നു, തൃപ്തിയാകുന്നു. ഇര വീഴ്ത്തുന്നതാകട്ടെ വിനോദവും ആഘോഷവുമാണ്. എത്ര ശരിയാണല്ലേ? യേശു ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുമ്പോൾ ആൾക്കൂട്ടം അതിനെ ഒരു ആഘോഷമാണ് കണ്ടത്. പക്ഷേ ജീവൻ ഉറപ്പായും ഉയർത്തെഴുന്നേൽക്കപ്പെടുമെന്ന പാഠം അത് ബൈബിൾ വലിപ്പത്തിലും ലളിതമായും നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ഓരോ സഹനവും അത് ഉയരങ്ങളിലേക്ക് കുതിച്ചുയരുവാനുള്ള അവസരമാണ്, പ്രചോദനമാണ് എന്ന മനോഹരവും വ്യക്തവുമായ പാഠമാണ് ഈസ്റ്റർ നമുക്ക് നൽകുന്നത്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഒരു ഗോതമ്പ് മണി നിലത്തു പതിക്കുന്നു, അത് ജീർണിക്കുന്നു, നശിക്കുന്നു. പക്ഷേ അതിൽ നിന്ന് പുതിയ നാമ്പുകൾ മുളയ്ക്കുന്നു, വളർന്ന് വലുതാകുന്നു. അങ്ങനെ ആയിരക്കണക്കിന് ഗോതമ്പ് മണികൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അതൊരു കൊയ്ത്തുത്സവം തന്നെയായി മാറുന്നു. അതായത് നമ്മുടെ ജീവിതത്തിൽ സഹിക്കേണ്ടി വരുന്ന ഓരോ സഹനവും അത് അവസാനത്തേതല്ല. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ വീഴ്ചയും നമ്മോട് വീണ്ടും ഉയരരുത്, വീണ്ടും എഴുന്നേൽക്കരുത് എന്ന് പറയുന്നുമില്ല. അതുകൊണ്ട് ആരൊക്കെ നമ്മെ എത്ര കുറ്റപ്പെടുത്തിയാലും, തള്ളിപ്പറഞ്ഞാലും, വേദനിപ്പിച്ചാലും, അസ്വാതന്ത്ര്യത്തിന്റെ കുരിശിൽ നമ്മെ തറച്ചാലും ഒരു ദിവസം നമ്മുടെ കടുകുപാഠം അത് പൂത്തുലയുക തന്നെ ചെയ്യുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്ന് നാം ഓരോരുത്തരും മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം.